കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിൽ ഭീതി വിതച്ചിരുന്ന മലയാറ്റൂർ ഫീമെയിൽ 4 എന്ന ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ചു. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ വേട്ടാമ്പാറ കടുക്ക സിറ്റി ഭാഗത്തു വെച്ചാണ് ആനയെ 2ാം തവണ മയക്കുവെടിവെച്ച് നടപടികൾ പൂർത്തീകരിച്ചത്. 2ാമത്തെ ദൗത്യത്തിലാണ് ആനയ്ക്ക് മയക്കുവെടിയേറ്റത്. സഞ്ചാരപഥം നിരീക്ഷിച്ച് ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ഇതുവഴി കഴിയും. ആനക്കേറ്റ പരിക്ക് ഭേദമാകാൻ മരുന്നും നൽകിയിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ ആനയെ പ്ലാന്റേഷനിൽ നിന്ന് നീക്കുന്നതിന് നടപടിയുണ്ടാകുമെന്ന് ഷിബു തെക്കുംപുറം MLA അറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മക നിലപാടാണ് ദൗത്യം വൈകാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടപ്പടി പഞ്ചായത്തിലും പിണ്ടിമന പഞ്ചായത്തിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ വിലസിയിരുന്ന ആനയെയാണ് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. മലയാറ്റൂർ ഫീമെയിൽ 4 എന്ന് വനംവകുപ്പുകാർ കഴിഞ്ഞ ദിവസം നാമകരണം ചെയ്ത ആനയിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചത്. മയക്കുവെടിവെച്ച ശേഷമാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചത്. രാവിലെ വടക്കും ഭാഗത്തു നിന്ന് ആരംഭിച്ച ദൗത്യം വൈകുന്നേരത്തോടെ വേട്ടാമ്പാറ കടുക്ക സിറ്റിയിൽ വെച്ചാണ് പൂർത്തീകരിച്ചത്. വടക്കും ഭാഗത്ത് വെച്ച് ആനയെ മയക്കുവെടിവെച്ചെങ്കിലും ഫലം കണ്ടില്ല. അവിടെ നിന്നും നീങ്ങിയ ആനയെ ദൗത്യസംഘം പിന്തുടർന്നു. കിലോമീറ്ററുകൾ മാറി വേട്ടാമ്പാറയിലെത്തിയപ്പോഴാണ് അടുത്ത ഡോസ് നൽകാൻ കഴിഞ്ഞത്. മയങ്ങിയ ആനയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് നടപടികൾ പൂർത്തീകരിച്ചു. സഞ്ചാരപഥം നിരീക്ഷിച്ച് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് തടയാൻ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ വനപാലകരെ സഹായിക്കും. മയക്കം വിടും മുമ്പേ ആനയുടെ വായിലേറ്റിട്ടുള്ള പരിക്ക് ഭേദമാകാൻ മരുന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. മയക്കം വിട്ടുമാറുന്നതോടെ ആന സാധാരണ നിലയിലെത്തും. ബുധനാഴ്ച വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയിൽ ആന എത്തിയതിനെ തുടർന്നുള്ള ജനകീയ പ്രതിഷേധവും ജനപ്രതിനിധികളുടെ ഇടപെടലുമാണ് ഇപ്പോഴത്തെ നടപടികളിലേക്ക് എത്തിച്ചത്. ഷിബു തെക്കുംപുറം MLA വനം മന്ത്രിയുമായി ബന്ധപ്പെട്ടതോടെയാണ് മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള നടപടികളുണ്ടായത്. വെറ്റിലപ്പാറയിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് കയറിയ ആനയെ വ്യാഴാഴ്ച പുലർച്ചെ വടക്കും ഭാഗത്ത് കണ്ടെത്തിയതോടെയാണ് ദൗത്യം നടപ്പാക്കാൻ അന്തിമ തീരുമാനമെടുത്തത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മക നിലപാടാണ് ഇത്തരമൊരു നടപടിക്ക് മുമ്പ് തടസ്സമായതെന്ന് ഷിബു തെക്കുംപുറം MLA ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ കാര്യത്തിൽ ഒരു നടപടിയും കൃത്യമായി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. ഇവരെല്ലാം നിരന്തരമായി ഈ ആന എല്ലാ ദിവസവും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങൾക്ക് വലിയ ഭീതി പരത്തുന്നു. എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള വലിയ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കും. ആ ആവശ്യവുമായി വീണ്ടും വനംവകുപ്പ് മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. തീരുമാനമാവാൻ വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഉണ്ടായത്. ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. MF4 പ്ലാന്റേഷനിൽ നിന്ന് വിദൂര വനത്തിലേക്ക് മാറ്റുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ദിവസങ്ങൾക്കകം ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാകുമെന്ന് MLA അറിയിച്ചു. കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ പ്ലാന്റേഷനിൽ നിന്ന് നീക്കാനാണ് തീരുമാനം. അപ്പോൾ തീർച്ചയായും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ആനയെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കോളർ പിടിപ്പിക്കും, ആനയെ നിരീക്ഷിക്കും. ശനിയാഴ്ചയ്ക്ക് മുമ്പായി ഈ ആനയെ ഈ പ്രദേശത്തു നിന്ന് മാറ്റാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. ഡീൻ കുര്യാക്കോസ് MP സ്ഥലം സന്ദർശിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, വൈസ് പ്രസിഡന്റ് വിജോയ് പുളിനാട്ട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP ജോർജ്, ഉമേഷ് ശിവകുമാർ തുടങ്ങിയവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ദൗത്യം ആരംഭിച്ചതു മുതൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. 3 ആഴ്ചയായിട്ടുള്ള ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആ ഒരു വിഷമാണ് ഞങ്ങൾ ജനപ്രതിനിധികളുടെ കൂടെയാണല്ലോ നിങ്ങളെ അറിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിയമസഭയിൽ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററോടും അതുപോലെ നമ്മുടെ സ്ഥല MLA ശ്രീ ഷിബു തെക്കുംപുറത്തിനോടും അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിയുടെ MLA ശ്രീ മുഹമ്മദ് ഷിയാസിനോട്. കാരണം എന്താ വെച്ചാൽ ഈ പ്രതിസന്ധിയായിട്ട് ഷിയാസ് കോതമംഗലത്ത് വരികയും അദ്ദേഹത്തിന്റെ പേരിൽ വലിയ കേസെടുത്ത് മുമ്പോട്ട് പോയി. അപ്പൊ ആ സാഹചര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് ഒരു ഒപ്പ് അതിനകത്ത് വന്നു.
അത് എല്ലാം കൂടി സ്പീക്കറെ ധരിപ്പിക്കുക, അതിനൊരു അവസരം സ്പീക്കർ നൽകുകയും ചെയ്തു. അപ്പോൾ ഉചിതമായൊരു തീരുമാനം നമുക്ക് സർക്കാർ തലത്തിൽ ഉണ്ടായി. പ്രത്യേക സർക്കാരിനോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും പ്രത്യേകിച്ച് മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങളുടെ പിണ്ടിമന നിവാസികളുടെ, പിണ്ടിമന ജനപ്രതിനിധികളുടെ എല്ലാം നന്ദി തന്നെ രേഖപ്പെടുത്തുകയാണ്. 20 വയസ്സോളം പ്രായമുള്ള പിടിയാനയാണ് MF4. ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നാണ് സൂചന. വായിലെ പരിക്കുമൂലം ആവശ്യാനുസരണം തീറ്റയെടുക്കാൻ കഴിയാതിരുന്നതാണ് ആരോഗ്യത്തെ ബാധിച്ചത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട ആദ്യ നാളുകളതിനേക്കാൾ ആന ഏറെ ക്ഷീണിതനായിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന വാദം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ നൽകിയിട്ടുള്ള ചികിത്സ ഫലം കണ്ടില്ലെങ്കിൽ ജീവഹാനിയാകും ഫലം. GTV ന്യൂസ്, കോതമംഗലം.